എല്ലാവർക്കും നമസ്കാരം. മാർക്കറ്റ് സ്ട്രക്ചർ അനാലിസിസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നലെ ചെയ്തിരുന്ന മാർക്കറ്റ് സ്ട്രക്ചർ അനാലിസിസ് വെച്ചിട്ട് നമ്മൾ വീക്ക്ലിയും ഡെയിലിയും 1 അവർ ചാർട്ടും എല്ലാം നമ്മൾ നോക്കി. ബാങ്ക് നിഫ്റ്റിയുടെയും ചാർട്ടുകൾ അനലൈസ് ചെയ്തു. അത് വെച്ച് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന പോലെ തന്നെ മാർക്കറ്റ് ഇന്ന് ബുള്ളിഷ് ആയിരുന്നു. അതിന്റെ ജസ്റ്റ് ഒരു ഔട്ട്പുട്ട് ഞാൻ കാണിക്കാം. ലാസ്റ്റ് ഡെയിലി ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നത് ഇവിടെയായിരുന്നു ഒരു ഓർഡർ ബ്ലോക്ക് നമുക്ക് കിട്ടിയത്. ഈ ഓർഡർ ബ്ലോക്കിൽ നിന്ന് മാർക്കറ്റ് ഇന്നലെ ബുള്ളിഷ് ആക്കി 1 അവറിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നു എന്ന് പറഞ്ഞു. ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്ന് ബയേഴ്സിന്റെ ആക്ടിവിറ്റി അവിടെ കാണിച്ചു എന്നുള്ളത് നമ്മൾ പറഞ്ഞു. സോ ഈ ബയേഴ്സിന്റെ ആക്ടിവിറ്റിയുടെ പ്രസൻസ് കൊണ്ട് തന്നെ ഈ എന്താ പറയുക, ഇപ്പൊ നിൽക്കുന്ന സോണിൽ നിന്നും ഏകദേശം ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയത് തന്നെ 1000 പോയിന്റ് മുകളിലാണ് മാർക്കറ്റ് ഓപ്പൺ ആയത്. സോ 1000 പോയിന്റ് മാർക്കറ്റ് ഓപ്പൺ ആവുന്നതിന് ഒത്തിരിയധികം കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ പറയുന്ന സെൽ ഓഫ് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ബുള്ളിഷ് റാലി സ്റ്റാർട്ട് ചെയ്യുന്നു. രണ്ട്, നമ്മൾ ബാങ്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ആക്ച്വലി ബാങ്ക് നിഫ്റ്റി മാത്രമല്ല, PSU ബാങ്ക്സിന്റെ ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ അതും ഇന്ന് അഗ്രസീവായിട്ട് CNX PSU ബാങ്ക്സ് എടുത്തു കഴിഞ്ഞാൽ അതും ഇന്ന് ഏകദേശം 200 പോയിന്റോളം മുകളിൽ ഓപ്പൺ ആയിട്ട് പിന്നും ഒരു 150-200 പോയിന്റ് റാലി നടത്തിയിട്ടുണ്ടായിരുന്നു. സോ ഈ പറയുന്ന PSU ബാങ്കിന്റെ ഒരു പ്രസൻസ് ഉണ്ട്, അതായത് പബ്ലിക് സെക്ടർ ബാങ്കിന്റെ ഒരു പുഷ് ഉണ്ടായിരുന്നു നമുക്കിന്ന്. ഒപ്പം HDFC ബാങ്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും നാൾ പ്രതീക്ഷിച്ചിരുന്ന പോലെ തന്നെ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റിൽ നിന്ന് മുകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. സോ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തു HDFC ബാങ്ക്. ICICI ബാങ്ക് നോക്കിക്കഴിഞ്ഞാലും അത്യാവശ്യം നല്ലൊരു ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ആയി നല്ലൊരു ബുള്ളിഷ് മൊമെന്റും കാണിച്ചിട്ടുണ്ട്. സോ ഇങ്ങനെ എല്ലാം കൂടി കമ്പൈൻ ചെയ്ത് വരുമ്പോൾ ഇതിന്റെ റിസൾട്ട് അല്ലെങ്കിൽ ഇതിന്റെ ഔട്ട്പുട്ട് നമ്മുടെ ബാങ്ക് നിഫ്റ്റിയിൽ കാണിക്കും. സോ ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന പോലെ തന്നെ ഇന്ന് ബുള്ളിഷ് ആയിരുന്നു. നമ്മൾ ജസ്റ്റ് ഒന്ന് റിവേഴ്സൽ തന്ന ഒരു 50% കറക്ഷൻ കഴിഞ്ഞ് പോകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അതല്ലാതെ ഇന്ന് അല്ലെങ്കിൽ പോവുകയാണെങ്കിൽ അഗ്രസീവായിട്ട് മുകളിലേക്ക് പോകുമെന്ന് പറഞ്ഞിരുന്നു. സോ ഇന്ന് അഗ്രസീവായിട്ട് തന്നെ മുകളിലേക്ക് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ആയി, എന്നിട്ട് ബുള്ളിഷ് റാലി തരുകയും ചെയ്തു. കറക്റ്റ് ആയിട്ട് പോയി നേരെ നമ്മുടെ സപ്ലൈയിൽ പോയി. ഇതായിരുന്നു ലാസ്റ്റത്തെ 1 അവറിൽ എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ലാസ്റ്റത്തെ മീൻസ് ഇപ്പോൾ ലൈവായിട്ടുള്ള ലാസ്റ്റത്തെ ഒരു സപ്ലൈ എന്ന് പറയുന്നത് ഈ സോണാണ്. സോ ഈ സോണിലേക്ക് മാർക്കറ്റ് വന്ന് ആ സോണിൽ നിന്നും മാർക്കറ്റ് റിജക്ഷൻ കാണിച്ചു, തിരിച്ച് വീണ്ടും അതേ സപ്ലൈയിലേക്ക് പോയി നിൽക്കുകയാണ്. സോ അവിടെ സപ്ലൈ സോൺ ഉള്ളതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഒരു റിയാക്ഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. മേ ബി ഈ ക്യാരക്ടർ ഷിഫ്റ്റ് തന്നതുകൊണ്ട് തന്നെ ഈ ക്യാരക്ടർ ഷിഫ്റ്റിന്റെ കറക്ഷൻ നമ്മൾ ഇന്നലെ പ്രതീക്ഷിച്ച കറക്ഷൻ ഓൾമോസ്റ്റ് ഇവിടെ മുതൽ ഇന്നത്തെ ഹൈ വരെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഈ ഒരു സോൺ 50% വരാൻ സാധ്യതയുണ്ടതുകൊണ്ട് നാളെ മാർക്കറ്റ് ഈ സോണിൽ വന്ന് തിരിച്ചു പോകാനും സാധ്യതയുണ്ട്. സോ മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് ഒന്നുകിൽ ഈ ഒരു സപ്ലൈ അഗ്രസീവായിട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യണം, അതല്ലെങ്കിൽ ഒരു കറക്ഷൻ തന്ന് ഏകദേശം ഈ ഒരു 50%എങ്കിലും കറക്ഷൻ തന്ന് അവിടുത്തെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് എല്ലാം ക്ലിയർ ചെയ്ത് മാർക്കറ്റ് റിവേഴ്സൽ ആകാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു വ്യൂ ആണ് ഇപ്പം നിലവിലുള്ളത്. സോ നാളത്തെ വ്യൂ അനുസരിച്ച് ഇന്നത്തെ ഇപ്പോഴത്തെ അവസ്ഥയിൽ മാർക്കറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒന്നുകിൽ നാളെ രാവിലെ ഗ്യാപ്പ് അപ്പോട് കൂടി മാർക്കറ്റ് ഈ സപ്ലൈ ബ്രേക്ക് ചെയ്താൽ ബുള്ളിഷ് റാലി നോക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് തിരിച്ച് നാളെ ഒരു ചെറിയ ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ മേ ബി ഒരു കറക്ഷൻ ഉണ്ടാക്കിയതിന് ശേഷം മാർക്കറ്റ് റിവേഴ്സിൽ പോകാൻ സാധ്യതയുണ്ട്. സോ ഇതാണ് ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട്. ഫ്യൂച്ചേഴ്സിലും അതുപോലെ തന്നെയാണ്. ഫ്യൂച്ചേഴ്സിൽ നമ്മൾ പറഞ്ഞത് ഒന്നുകിൽ റാലി ആയിരിക്കും, അല്ലെങ്കിൽ താഴെ വന്ന് കറക്റ്റ് ചെയ്തിട്ട് പോകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. കറക്ഷൻ ഇന്ന് നടന്നില്ല, മേ ബി നാളെ നടക്കാൻ സാധ്യതയുണ്ട്. സോ നാളെ രാവിലെ മാർക്കറ്റ് ഓപ്പൺ ആവുന്നതിനനുസരിച്ച് കൺഫർമേഷൻ എടുക്കുന്നതാവും നല്ലത്. ഓക്കെ. സോ നിഫ്റ്റിയുടെ കേസിൽ പറയുകയാണെങ്കിൽ നിഫ്റ്റി ബുള്ളിഷ് റാലി തന്നത് ഇന്ന് റിയൽ എസ്റ്റേറ്റ് സ്റ്റോക്സ് എല്ലാം അത്യാവശ്യം നല്ല അഗ്രസീവ് മൊമെന്റം തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ബാങ്കിങ് സെക്ടർ നല്ല രീതിയിൽ മൊമെന്റം തന്നിട്ടുണ്ടായിരുന്നു. CNX ഫിനാൻസ് സെക്ടർ നല്ല രീതിയിൽ മൊമെന്റം തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ റിലയൻസ് ഗ്യാപ്പ് അപ്പ് ആയിരുന്നു. പിന്നെ നമ്മുടെ TCS ഗ്യാപ്പ് അപ്പ് ആയിരുന്നു. സോ അങ്ങനെ അത്യാവശ്യം നിഫ്റ്റിയെ പുഷ് ചെയ്യാൻ സാധ്യതയുള്ള എല്ലാ സ്റ്റോക്കുകളും അത്യാവശ്യം ഒന്നും ബുള്ളിഷ് ആയിരുന്നു. ഒപ്പം തന്നെ നിഫ്റ്റിയും ബുള്ളിഷ് ആയിട്ട് ഏകദേശം ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുന്നത് 400ഓളം പോയിന്റ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ആയി. അത് കഴിഞ്ഞ് മാർക്കറ്റ് ഒരു ചെറിയ കറക്ഷൻ കഴിഞ്ഞ് അവിടെ നിൽക്കുന്നു. ഈ കറക്ഷൻ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്ത് ഏകദേശം ഈ പറയുന്ന ഒരു സോണിലേക്ക് മാർക്കറ്റ് ഒരു 50%ഓളം അല്ലെങ്കിൽ ഒരു 40%ഓളം കറക്ഷൻ തരികയാണെങ്കിൽ ഏകദേശം ഇവിടെ വരെ വന്നിട്ടൊക്കെ പോകാൻ സാധ്യതയുണ്ട് എന്നുള്ള പ്രതീക്ഷയിൽ നിന്നു. പക്ഷെ ഇന്ന് ആഫ്റ്റർ സെക്കൻഡ് ഹാഫിൽ ചെറിയൊരു റിവേഴ്സൽ കാണിച്ചിട്ടുണ്ടായിരുന്നു മാർക്കറ്റ്. സോ അറിയില്ല, നാളെ നമുക്ക് നോക്കാം. നാളെ ഗ്യാപ്പ് അപ്പിൽ ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഓപ്പൺ ആവുകയാണെങ്കിൽ, അതായത് 24,330-340 എന്ന് പറയുന്ന സോൺ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ആവുകയാണെങ്കിൽ ബുള്ളിഷ് റാലി നമുക്ക് നോക്കാം. കാരണം അത്യാവശ്യം നല്ല കഴിഞ്ഞ 1.5 മാസം കൊണ്ട് ബെയറിഷ് ട്രെൻഡ് ആയിരുന്നതുകൊണ്ട് തന്നെ ഇതൊരു ബുള്ളിഷ് ട്രെൻഡിന്റെ തുടക്കമാകാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നടന്ന ഒരു ബുള്ളിഷിന്റെ ഒരു റിവേഴ്സൽ അല്ലെങ്കിൽ ഒരു കറക്ഷൻ മോഡ് നാളെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ നാളെ മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം നമുക്ക് ഫൈനൽ ഔട്ട്പുട്ട് നോക്കിയിട്ട് ട്രേഡ്സ് പ്ലാൻ ചെയ്യാം. ഈ പറയുന്നത് പോലെ ഇവിടെ നിന്നും മുകളിലേക്ക് ബ്രേക്ക് ചെയ്താൽ എടുക്കാൻ വേണ്ടിയിട്ടല്ല പറയുന്നത്, എൻ്റെ സ്റ്റഡീസ് പറഞ്ഞു തരാണ്. ഇതൊരു ജസ്റ്റ് ഫോർ എഡ്യൂക്കേഷണൽ പർപ്പസ് ആണ്. നിങ്ങൾക്കിത് മനസ്സിലാക്കാം, അനലൈസ് ചെയ്യാം.
ഈ ഒരു വ്യൂ അനുസരിച്ച് മാർക്കറ്റ് പോകുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് വാച്ച് ചെയ്യാം. ഓക്കെ, സോ താങ്ക്സ് ഫോർ ടുഡേ.